നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാലിന് പാർവതിയോടുള്ള എല്ലാ വെറുപ്പും പോയി. നിങ്ങൾ വീണ്ടും ലേറ്റ് ആന്നേ. ഇനി അവരെ പിരിക്കാന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. നീ എന്താ പറഞ്ഞത്? വിശാലും പാർവതിയും വീണ്ടും ഇണങ്ങിയെന്നോ? ഇണങ്ങിയോന്നോ? അവരിപ്പോ സ്ഥലകാല ബോധം പോലും ഇല്ലാതെ ഭയങ്കര റൊമാൻസിലാ. ഇപ്പൊ ഓഫീസിലേക്ക് പാർവതി എഴുന്നള്ളിക്കാനുള്ള പ്ലാനിലാണ് വിശാൽ. അവരുടെ കൊഞ്ചിക്കോഴല് കണ്ടിട്ട് എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഉടനെ ചെയ്യണം ആന്റി. ചേച്ചി, അവളെ അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച പിന്നെ നമ്മുടെ കാര്യം ഗോവിന്ദയാണ്. ആ പട്ടിക്കാട് പാർവതിക്ക് കാഞ്ഞ ബുദ്ധിയാ, അത് ഓർമ്മ വേണം. അവളെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയ പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അത് തന്നെ ഞാനും നിങ്ങളോട് ചോദിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾ ഇവിടെ ജീവിച്ചിട്ടും വിശാലിനെ നിങ്ങളുടെ കൺട്രോള് നിർത്തിയിട്ടും ഇപ്പൊ എന്തായി? 4 അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത ആ പട്ടിക്കാട്ടിലെ പാർവതിയെ പിടിച്ച് കമ്പനിയിലെ അധികാര കസേരയിൽ ഇരുത്താൻ പോവാ വിശാല്. അപ്പൊ നിങ്ങളൊക്കെ ആരായി? കോടിക്കണക്കിനുള്ള സ്വത്തിനും ബിസിനസ് കാര്യങ്ങൾക്കും എല്ലാം ഇനി അവളാ അധികാരി. ഇതിൽ പരം ഒരു ഇൻസൾട്ട് ഇനി വേറെ ഉണ്ടാവാനില്ല. നിങ്ങൾക്കൊക്കെ പോയി കെട്ടിത്തൂങ്ങി ചത്തൂടെ? അതല്ലേ ചേച്ചിയുടെ ഒരു പെർമിഷൻ പോലും ചോദിക്കാതെ വിശാലിന് എങ്ങനെ തോന്നി ഇങ്ങനൊരു ഡിസിഷൻ എടുക്കാൻ? ഇത്രയും ഭീകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇവനെങ്ങനെ ഇത്ര പെട്ടെന്ന് മനസ്സുമാറി പെൺകൊന്തനായത്? പാർവതിയുടെ കൺട്രോളിലാ ഇപ്പൊ വിശാല്. അവൾ എന്ത് പറയുന്നോ അതേ വിശാൽ അനുസരിക്കൂ. അത്രയും വലിയൊരു ഓഫീസിലെ കൂറ സാരി ഉടുത്ത് ചന്ദനക്കൊറിയും തൊട്ട് എണ്ണ മെഴുക്കുള്ള മുടിയായിട്ട് ചെല്ലുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നേരെ ചൊവ്വെ പൗഡർ ഇടാൻ അറിയില്ല, ലിപ്സ്റ്റിക് എന്താണെന്ന് പോലും അറിയില്ല. ഇവളെങ്ങനെയാ വിശാലിനെ വളച്ചത്? നീ ഈ പൗഡറും ലിപ്സ്റ്റിക്കും ഇടുന്ന സമയത്ത് വിശാലിനെ വളച്ച് കുപ്പിയിലാക്കി കോർക്കിട്ട് അടച്ചിരുന്നെങ്കിലേ ഇപ്പൊ അവളുടെ സ്ഥാനത്ത് നിനക്കിരിക്കായിരുന്നു. അവളെ ഈ വീട്ടിൽ തന്നെ തുരത്തായിരുന്നു. ഓഫ്, ഞാൻ എത്രയോ തവണ വിശാലിന്റെ മനസ്സ് കീഴടക്കാൻ ട്രൈ ചെയ്തു. പിന്നെ പക്ഷേ വിശാല് മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്റെ കാര്യം പോട്ടെ, അവള് കമ്പനിയുടെ തലപ്പത്തിരുന്ന നിങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. തെരുവിൽ ഇറങ്ങി പിച്ചെ എടുക്കേണ്ടി വരും രണ്ടുപേർക്കും. അവളെ കമ്പനിയുടെ തലപ്പത്തിരുത്തി വാഴിക്കാൻ ഈ പ്രഭാവതിയുടെ കൊക്കില് ശ്വാസം ഉണ്ടെങ്കിൽ അനുവദിക്കില്ല. പതുങ്ങിയിരുന്ന് പണിയാനൊന്നും ഈ ജാസ്മിന് കിട്ടത്തില്ല. എനിക്കതിനുള്ള ടൈമും ഇല്ല. അവൾക്കെതിരെയുള്ള എന്റെ പണികള് മിന്നൽ വേഗത്തിലായിരിക്കും. ആന്റി നോക്കിക്കോ. അവളെ തഞ്ചത്തി കിട്ടിയ ആ നിമിഷം ഞാൻ കൊന്നിരിക്കും. പാർവതിയെ കൊന്ന ആ നിമിഷം നിന്നെ ഞാൻ വിശാലിനെ കൊണ്ട് കെട്ടിച്ചിരിക്കും. ഇത് പ്രഭാവതിയുടെ വാക്കാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.